നമസ്കാരം. നമ്മളൊക്കെ സന്തോഷം തേടി ഓടുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പോണ വഴി ശരിയാണോന്ന്? സന്തോഷമെന്ന് പറയുന്നത് ഒരു യുദ്ധം ജയിക്കുന്ന പോലെയാണോ, അതോ അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒന്നാണോ? ഇന്നത്തെ നമ്മുടെ സംസാരം ഇതിനെക്കുറിച്ചാണ്. സന്തോഷത്തിലേക്കുള്ള വഴി ഒരു പോരാട്ടമല്ല, മറിച്ച് ഒരു ഒഴുക്കാണെന്ന ആശയത്തെക്കുറിച്ച്. അപ്പം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ നിരന്തരം കഷ്ടപ്പെടുകയാണോ? ഈ ഒരു ചിന്തയെ നമുക്കൊന്ന് തല കീഴായി വെച്ചു നോക്കിയാലോ? ശരി, അപ്പോൾ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നടത്തുന്ന ഒരു പോരാട്ടമുണ്ടല്ലോ, അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് രോഹൻ. വാ, നമുക്ക് രോഹനെ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, രോഹൻ ഭയങ്കര അസ്വസ്ഥനാണ്. അയാൾ യുദ്ധം ചെയ്യുന്നത് ആരോടാണെന്നറിയോ? പുറമെ കാണാൻ പറ്റാത്ത കുറേ ശത്രുക്കളോട്. അതായത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ടെൻഷനും ആവലാതികളുമൊക്കെയില്ലേ, അതിനോട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പോരാട്ടം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. അതെ, രോഹന്റെ ഈ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു വിരോധാഭാസം പോലെയാണ്. നമ്മൾ സന്തോഷം പിടിക്കാൻ വേണ്ടി എത്ര ശക്തിയായി ശ്രമിക്കുന്നോ അതത്രയും ദൂരേക്കങ്ങ് പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്രമങ്ങൾ തന്നെ നമുക്ക് പാരയാകുന്നു. ഈ ചെളിവെള്ളത്തിന്റെ ഉപമ കൊള്ളാം, അല്ലേ? ശരിക്കും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. രോഹന്റെ പോരാട്ടം എന്തിനാണ് വെറുതെ ആവുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സമാധാനത്തിനു വേണ്ടി ബഹളം വെക്കുന്ന പോലെയാണിത്. ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, ഇനി നമുക്ക് കഥയിലെ ആ വഴിത്തിരിവിലേക്ക് വരാം. ഇവിടെയാണ് ആ തെറ്റായ ചിന്താഗതിയൊക്കെ മാറി വളരെ ആഴത്തിലുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആനന്ദം ഒരു സൂര്യനെപ്പോലെയാണ്. എപ്പോഴും പ്രകാശിച്ചു നിൽക്കുന്ന ശക്തനായ ഒരു സൂര്യൻ. അതെപ്പോഴും അവിടെ തന്നെയുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രശ്നങ്ങളോ ഈ പോരാട്ടങ്ങളോ അതൊക്കെ വെറും മേഘങ്ങൾ പോലെയാണ്. അതായത് സൂര്യനെ തോൽപ്പിക്കാൻ വരുന്ന ശത്രുക്കളൊന്നുമല്ല, വെറുതെ വന്ന് സൂര്യനെ കുറച്ചു നേരത്തേക്കൊന്ന് മറയ്ക്കുന്ന മേഘങ്ങൾ. അത്രയുള്ളൂ. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? സന്തോഷമെന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ കണ്ടെത്തുകയേ വേണ്ടൂ. ആ സൂര്യനെ മറയ്ക്കുന്ന മേഘങ്ങളില്ലേ, അതിനെ അങ്ങ് ഒഴുകിപ്പോകാൻ അനുവദിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ സന്തോഷം പിടിച്ചെടുക്കാനുള്ള തെറ്റായ ശ്രമങ്ങളൊക്കെ അങ്ങ് നിർത്തുക. പകരം അതിനെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ ബോധപൂർവം ഒഴിവാക്കുക. ഈ കാണുന്നതുപോലെ ആ മാറ്റം വളരെ ലളിതമാണ്. ഈയൊരു പുതിയ കാഴ്ചപ്പാടിന് കൂടുതൽ ബലം നൽകാൻ നമുക്ക് കാലാതീതമായ ചില വാക്കുകൾ കേൾക്കാമല്ലേ? ശരിക്കുമുള്ള മാറ്റം വരേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്ന് ഈ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആന്തരിക ശുദ്ധി, അതാണ് പ്രധാനം. അപ്പോൾ എന്താണ് ഈ ആന്തരിക ശുദ്ധി? നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും രണ്ടായി പോകുമ്പോഴല്ല, ഒന്നായി വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോൾ ഉള്ളിലൊരു സമാധാനം വരും. അതാണ് കാര്യം. അപ്പോ ഈ യാത്ര നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ പോരാട്ടമൊക്കെ അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിനി കാണാൻ പോകുന്നത്. രോഹന്റെ മാറ്റം കണ്ടോ? ആ പോരാട്ടമൊക്കെ അങ്ങ് ഉപേക്ഷിച്ചപ്പോൾ കിട്ടിയ ഒരു സമാധാനമുണ്ട്. അതവന്റെ മുഖത്ത് തന്നെ കാണാം. ഉള്ളിലെ ആ നിശ്ചലത, അതാണ് യഥാർത്ഥ സൗന്ദര്യം. ഈ സഹജം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് ഒരു പ്രയാസവുമില്ലാത്ത സ്വാഭാവികമായ അവസ്ഥ. സത്യത്തിൽ അതാണ് നമ്മുടെ എല്ലാം യഥാർത്ഥ ഭാവം. അത് നേടാൻ വേണ്ടി നമ്മൾ പുതിയതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, മറിച്ച് അതിൽ നിന്ന് നമ്മളെ തടയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി. അപ്പോ രോഹന്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ച ഈ പാഠം എങ്ങനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം നമുക്ക് നോക്കാം. ഈ കാണുന്ന കാര്യങ്ങൾ, ഇത് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിപരമായ തീരുമാനമാണ്, ഒരു സങ്കല്പമാണ്. സന്തോഷത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് നിർത്തിയിട്ട് നമുക്ക് സ്വാഭാവികമായി, ശുദ്ധമായി, സഹജമായി ജീവിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. നിങ്ങളുടെ സന്തോഷമാകുന്ന ആ സൂര്യനെ മറച്ചുപിടിക്കുന്ന ഏതെങ്കിലും മേഘങ്ങളെ, അതായത് ഏതെങ്കിലും ചിന്തകളെയോ ശീലങ്ങളെയോ ഇന്ന് നിങ്ങൾക്ക് ഒഴുക്കിവിടാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്.